ഒരാൾ നല്ല കാര്യം ചെയ്താൽ അത് നെറ്റിയിൽ ഒട്ടിച്ചു വെക്കേണ്ട കാര്യമില്ല. അത് നല്ലതാണെങ്കിൽ ജനം ഓർമ്മിച്ചിരിക്കും. ശരിയല്ലേ? ഇപ്പൊ LDF സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് വിചാരിക്കാം. അങ്ങനെ നടത്തിയിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് സങ്കല്പിക്കൂ. 10 വർഷം കൊണ്ട് കേരളത്തെ സമഗ്രമായി മാറ്റുന്ന തരത്തിലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ LDF സർക്കാർ നടത്തിയെന്ന് വിചാരിക്കുക. ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി. ഇതെന്തിനാണ് കൊട്ടിഘോഷിക്കുന്നത്? ഇതിനെന്തിനാ ഇങ്ങനെ ബോർഡ് വെക്കുന്നത്? ഇത് ജനങ്ങൾക്ക് അറിയില്ലേ? ഇതിപ്പോ ഈ പ്രോപ്പഗണ്ട നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നും ചെയ്യാത്തോണ്ടല്ലേ? അതെന്നെങ്കിലും ഒന്ന് മിനിമം മനസ്സിലാക്കണ്ടേ? ഈ 9-ാം തീയതി വോട്ട് ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത്, ഒരു നല്ല സർക്കാരാണെങ്കിൽ, ജനക്ഷേമകരമായ പ്രവർത്തനം നടത്തുന്ന സർക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന സർക്കാരാണ് എങ്കിൽ അവരിമാതിരി ഗോഷ്ഠിയൊന്നും കളിക്കില്ല. അവരിങ്ങനെ ചുമ്മാ ഇരിക്കുന്നേ. കാരണം ജനങ്ങൾക്ക് അറിയുന്ന കാര്യല്ലേ? അതിന് പകരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇയാളുടെ അളിഞ്ഞ മീന്ത ഇങ്ങനെ കാണിത്തോട്ടൊക്കെ വോട്ട് കിട്ടും. ഇത് കണ്ടാ പിന്നെ അന്നത്തെ കാര്യം പോയി. അതാണ് വേറെ രസം. ഈ അളിഞ്ഞ മീന്ത കണ്ടാ പിന്നെ അന്നത്തെ കാര്യം പോയി. ഒരു കാര്യം നടക്കില്ല. അപശകുനല്ലേ? അപശകുനം. വരെ തൽക്കാലം പുറത്തിറങ്ങിയാൽ അന്നത്തെ പരിപാടി ഒന്നും നടക്കില്ല. കാരണഭൂതത്തിന്റെ മുഖേ കാണുള്ളൂ. TV ഓൺ ചെയ്യണ്ട. TV ഓൺ ചെയ്താൽ അതേ കാണുള്ളൂ. പത്രം മറക്കണ്ട. പത്രം മറിച്ചു കഴിഞ്ഞാൽ അതേ കാണുള്ളൂ. തൽക്കാലം കണ്ണും പൂട്ടിയിരിക്കുക. എന്നിട്ട് 9-ാം തീയതി പോയി കണ്ട് കുത്തുക. എന്നിട്ട് പറയാ കടക്ക് പുറത്ത്. എന്താണ് കടക്ക് പുറത്ത്? അതേ മാർഗമുള്ളൂ കേട്ടോ. നമ്മുടെ G ശക്തിധരന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്, ആകെ 2 സെന്റൻസ് മാത്രമേ ഉള്ളേ, 2 വാചകങ്ങൾ. ഒരു ദിവസം മുഖ്യനെ എത്ര പരസ്യത്തിൽ കാണണം, നാണമാകുന്നില്ലേ ഈ മനുഷ്യന് എന്നാണ് G ശക്തിധരൻ ചോദിക്കുന്നത്. G ശക്തിധരന്റെ ഈ ചോദ്യം ഉണ്ടല്ലോ, ഈ കേരളത്തില് ചെറിയ കുട്ടികൾ മുതൽ എന്താ പറയാ പ്രായമായവർ വരെ നിരന്തരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. TV കാണുന്ന ആൾക്കാർ, പത്രം വായിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്, ഉളുപ്പില്ല മനുഷ്യ. നിങ്ങളുടെ ഓർമ്മയിൽ ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ CPM-ന്റെ അതായത് ഈ നേതാവ്, അതായത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം വഹിക്കുന്ന ആള്, അതായത് നേരത്തുള്ള മുഖ്യമന്ത്രി, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു CPM നേതാവ് തെരുവോരങ്ങളിലെല്ലാം കൂറ്റൻ ബോർഡുകൾ, ഒരു കവലയിൽ തന്നെ മേലക്കും മേലെ 5-6 വലിയ ബോർഡുകളാണ്, വലിയ ഹോർഡിങ്ങുകളാണ്. മുഴുവനും കാരണഭൂതത്തിന്റെ ആ പരുക്കൻ ധാർഷ്ട്യം നിറഞ്ഞ ഒരു ചിരിക്കുന്ന മോന്തയാണെങ്കിൽ തരക്കടില്ല. ഇതല്ല. ഇത് കണ്ടാൽ അന്ന് നമുക്ക് കഞ്ഞുടിക്കാൻ തോന്നില്ല. കണ്ടാൽ അന്നത്തെ ദിവസം പോക്കാണ്. അങ്ങനെയുള്ള കൂറ്റൻ ഹോർഡിങ്ങുകളാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പുറത്തേക്കൊന്ന് നോക്കിയാൽ കാണുന്ന ഇയാളുടെ മുഖമാണ്. പത്രം തുറന്നാൽ കാണുന്ന ഇയാളുടെ മുഖമാണ്. TV ചാനലുകൾ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി കാണാൻ വേണ്ടിയിട്ട് അതൊന്ന് ഓണാക്കിയാൽ കാണുന്നത് ഇയാളുടെ മുഖമാണ്. കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ രസം, ഇന്നലത്തെ ഏഷ്യാനെറ്റിന്റെ ന്യൂസ് അവർ ചർച്ച, അബ്ജോദായിരുന്നു ആ ചർച്ച നയിച്ചിരുന്നത്. ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ആൾക്കാർ ജേക്കബ് ജോർജ് ഉണ്ടായിരുന്നു, പിന്നെ ആരാണ്, ചേക്കുട്ടി ഉണ്ടായിരുന്നു, ഗോപകുമാർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ചർച്ചയിലുടനീളം അവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഭയങ്കര ഒരു പ്രോപ്പഗണ്ട മെക്കാനിസം കൊണ്ട് ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തന്നെ ഭരണവിരുദ്ധ വികാരം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് സർക്കാർ മെഷീനറി ഉപയോഗിച്ച് നടത്തുന്ന പ്രോപ്പഗണ്ട, ഇത് എത്രമാത്രം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തും? അതായത് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു തരംഗമാണോ, ഒരു UDF തരംഗമാണോ അടുത്ത ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്? അതല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണോ? അങ്ങനെയാണല്ലോ. നമ്മുടെ ഇപ്പം പല പത്രങ്ങളും ഈ അഭിപ്രായ സർവേകൾ നടത്തി, പ്രീ പോൾ സർവേകൾ മനോരമ നടത്തി, മാതൃഭൂമി നടത്തി, ഇപ്പൊ ബിഗ് TV കഴിഞ്ഞ ദിവസം നടത്തി. പിന്നെ മിക്കവാറും ചാനലുകളും മിക്കവാറും പത്രങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള പ്രീ പോൾ സർവേ നടത്തുന്നു. ഈ സർവേകളിലൊക്കെ കാണുന്നത് ഇഞ്ചോടിഞ്ച് എന്നാണ്. മാതൃഭൂമി സർവേയിൽ പറയുന്നത് LDF ആണ് അധികാരത്തിൽ വരിക എന്നാണ്. അപ്പോൾ ഈ ഏഷ്യാനെറ്റ് ചർച്ചയിലെ അവർ ചർച്ച ചെയ്യുന്ന കാര്യം, കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് UDFന്റെ ഒരു തരംഗമാണോ, അതല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടമാണോ? അപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുത്ത ആൾക്കാർ മുഴുവൻ പറയുന്നത്, പിന്നെ നമ്മുടെ തമ്പാൻ തോമസ് ഒക്കെ ഉണ്ടായിരുന്നു ചർച്ചയിൽ. ഈ ചർച്ചയിൽ പങ്കെടുത്ത ആൾക്കാർ മുഴുവൻ പറയുന്നത് ഇവിടെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിശക്തമായ, അതായത്
ഇന്നോളം കേരളം ഭരിച്ച ഒരു സർക്കാരും ഇത്ര മോശമായ ഒരു ആഭ്യന്തര വകുപ്പ് ഉണ്ടായിട്ടില്ല. പോലീസിന്റെ അതിക്രമങ്ങൾ. അപ്പൊ ഇത്ര എന്താ പറയാ പഴികേട്ട ഒരു ആഭ്യന്തര വകുപ്പ്, ഒരു 9 മാവോവാദികളെ വെടിവെച്ച് കൊന്നത് മുതൽ ഇങ്ങോട്ടേക്ക് കസ്റ്റഡി മരണങ്ങൾ, ഒരു കാര്യമില്ലാതെ പോലീസ് മുഖത്തടിക്കുക, എന്താ പറയാ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, ദളിതർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഒരുപാട്. ഇതൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നാണ്. അതൊരു ഭാഗത്ത്. മറ്റൊന്ന് ആരോഗ്യരംഗം ഇത്രയും കുത്തഴിഞ്ഞൊരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. 100 കണക്കിന് നമുക്ക് വേണമെങ്കിൽ ദിവസങ്ങളോളം നമുക്ക് സംസാരിക്കാം. ഈ ആരോഗ്യരംഗത്തെ ഹാരിസ് ചിറക്കലിനെ പോലുള്ള ഡോക്ടർമാര് വളരെ കൃത്യമായി ഈ ആരോഗ്യരംഗം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ചികിത്സാ ഉപകരണങ്ങളില്ല, ചികിത്സാ സംവിധാനങ്ങളില്ല, മരുന്നില്ല, ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാ ചോദിക്കുന്നത്. അതേ അവസരത്തിൽ തന്നെ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഈ ശസ്ത്രക്രിയ നടത്തി കേരളത്തിന്റെ ഇന്നോളമുള്ള ചരിത്രത്തില് ശസ്ത്രക്രിയ നടത്തിയിട്ട് കത്രിക ശരീരത്തിനുള്ളിൽ, വയറിനുള്ളിൽ കത്രിക വെച്ച് തുന്നി വിടുന്ന സംഭവം ഒന്നാണെങ്കിൽ നമുക്ക് പറയാം, ഇതെങ്ങനെയോ ഒന്ന് സംഭവിച്ചു പോയി. ഒന്നല്ലാന്ന് രണ്ടെണ്ണം ഹർഷീന, കോഴിക്കോട്ടെ ഹർഷീന, തിരുവനന്തപുരത്തുള്ള എന്താ പറയുക ഉഷ ജോസഫ്, 2 സ്ത്രീകൾ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് എന്താ പറയാ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയപ്പോ അവരുടെ വയറ്റിനുള്ളിൽ കത്രിക. വീണ ജോർജ് പറയുന്നത് അത് ശൈലജ ടീച്ചറുടെ കാലത്താണ്. ശൈലജ ടീച്ചർ പറയുന്നത് വീണ ജോർജിന്റെ കാലത്താണ്. വീണ ജോർജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കത്രിക കണ്ടെത്തിയല്ലോ, ശൈലജ ടീച്ചർ വെച്ച കത്രിക ഞാൻ കണ്ടെത്തി. ഇമാതിരി ഡയലോഗൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ ആരോഗ്യരംഗം, കുത്തഴിഞ്ഞ ആഭ്യന്തര വകുപ്പ്, ഓരോ വകുപ്പും, വൈദ്യുതി ഇവിടെ പവർ കട്ടില്ല എന്നാണല്ലോ പറയുന്നത്. എന്തുകൊണ്ടാണ് പവർ കട്ട് ഇല്ലാത്തത്? അതാലോചിക്കണ്ടേ. ഇപ്പൊ ഇവരുടെ വലിയ പരസ്യം എന്താണ്? പവർ കട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് പവർ കട്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അല്ലാന്നേ, അതിനു മുമ്പേ നായനാരുടെ ഭരണകാലത്ത് പവർ കട്ടില്ലായിരുന്നു. VSന്റെ ഭരണകാലത്ത് പവർ കട്ടില്ലായിരുന്നു. കേരളത്തിൽ ഒരു കാലത്ത് ഏത് സർക്കാർ ഭരിച്ചാലും അവിടെ പവർ കട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ പവർ കട്ട് വരുന്നത് കാരണഭൂതത്തിന്റെ മരുവന്റെയും മാഹാത്മ്യം കൊണ്ടല്ല. ഇത് ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയുന്ന കാര്യമില്ലേ. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കോടികളുടെ പരസ്യം കൊടുത്തിട്ട് പവർ കട്ട് ഇല്ലാത്ത കേരളം. എടോ, പവർ കട്ട് ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ഒന്ന് കൂടംകുളത്ത് നിന്ന് നമുക്ക് വൈദ്യുതി ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. കൂടംകുളം ആണവ നിലയുണ്ടായപ്പോ അത് നടത്തൂല, അല്ലെങ്കിൽ അത് നമ്മൾ പൂട്ടിക്കുന്നു പറഞ്ഞാൽ സമരം ചെയ്ത ആൾക്കാരാണ് സഖാക്കള്. പിന്നെ എന്ത് നാട്ടില് നല്ല കാര്യം ഉണ്ടെങ്കിലും, എന്ത് വികസന പ്രവർത്തനം ഉണ്ടെങ്കിലും അതിനൊക്കെ ഉടക്ക് വെക്കുന്ന ടീമാണ് സഖാക്കള്. അപ്പൊ കൂടംകുളത്തിന് ഉടക്ക് വെച്ചു. പക്ഷെ കൂടംകുളം നടന്നു. ആ കൂടംകുളത്തു നിന്നാണ് നമ്മൾ വൈദ്യുതി വാങ്ങുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1 യൂണിറ്റ് പറ എടോ, കാരണഭൂതമേ പറയടോ. എം സ്വരാജെ ഇപ്പം പത്രസമ്മേളനം നടത്തുകയാണല്ലോ എല്ലാ ദിവസവും അല്ലേ? ഒന്ന് പറയടോ, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എത്ര യൂണിറ്റ് വൈദ്യുതി നിങ്ങൾ ഉത്പാദിപ്പിച്ചു? അത് പറ. നിങ്ങള് എന്താ പറയാ പവർ കട്ട് ഒഴിവാക്കി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും നിങ്ങളെന്തോ വൈദ്യുതി ഉത്പാദനം കൂട്ടിയെന്ന്. നിങ്ങൾ എത്ര വൈദ്യുതി ഉത്പാദനം കൂട്ടിയടോ? 1 യൂണിറ്റ് കൂട്ടിയോ? ഇല്ല. നിങ്ങൾ ഇവിടുത്തെ ഉപഭോഗം വർദ്ധിച്ചപ്പം അത് പൈസ കൊടുത്തുകൊണ്ട് വാങ്ങുന്നു. കൂടംകുളത്ത് നിന്ന് വാങ്ങുന്നു, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്നു. മാത്രമല്ല ഇപ്പൊ മിക്കവാറും വീടുകളൊക്കെ പുരപ്പുറ സോളാർ പദ്ധതി അല്ലെ? പുരപ്പുറ സോളാർ പദ്ധതി ഒരുപാട് വീടുകള്, ഒരുപാട് സ്ഥാപനങ്ങള് അവര് സ്വന്തം വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ മാറ്റം വരികയാണ്. മാറ്റം വരുമ്പോഴാണ് ഇതൊക്കെ കാരണഭൂതം. ഇതൊക്കെ LDF അല്ലാതെ മറ്റാരുണ്ട്? നിങ്ങളുടെ ഈ പരസ്യം തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധ പരസ്യമില്ലടോ. LDF അല്ലാതെ മറ്റാരുണ്ട്? എന്താ നിങ്ങൾ മാത്രമേ ഇതിനൊക്കെ പറ്റുള്ളൂ? അല്ല, അറിയാൻ ചോദിക്കുക. LDF അല്ലാതെ മറ്റാരുണ്ട്? എല്ലാം ചെയ്യാൻ ഞങ്ങള് ഇതെന്താ നിങ്ങളെന്താ ദൈവം? ഇവിടെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളാണ് തീരുമാനിക്കുക ഞങ്ങൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ശബരിമലയിൽ സ്വർണം കട്ടിലിടോ അല്ലേ? സ്വർണം കട്ടിൽ. നിങ്ങൾ എത്ര സോണിയാഗാന്ധിന്റെ ഫോട്ടോ കാണിച്ചാലും ആൾക്കാർക്കൊക്കെ അറിയാം നിങ്ങളാണ് കട്ടതെന്ന് അറിയാം അല്ലേ? കരുവന്നൂർ ബാങ്കിലെ പൈസ കട്ടില്ലേ? നിങ്ങൾ കക്കുക. രക്തസാക്ഷി ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് കട്ടിലിടോ? കട്ടകാര്യം ചോദിച്ചപ്പം, കട്ടകാര്യം ചൂണ്ടിക്കാട്ടിയപ്പം ആ ചൂണ്ടിക്കാട്ടിയ കുഞ്ഞികൃഷ്ണൻ സഖാവിനെ നിങ്ങളെല്ലാം കള്ളനാക്കി. നിങ്ങൾ എല്ലാവരും പാടിയല്ല കേട്ടോ. സ്വരാജ് എന്ന് പറയുന്ന അധമൻ, പൂമരൻ, കള്ളനാ വിളിച്ച കള്ളൻ. ഇവനാണ് കള്ളൻ. ഇവനൊരു പുസ്തകം ഇറക്കി, പൂമരന്റെ ഒരു പുസ്തകം. ആ പുസ്തകത്തിലെ കാര്യങ്ങൾ മുഴുവൻ ഇവൻ കോപ്പി അടിച്ചതാണ്, കള്ളത്തരാണ്. ഇതൊക്കെ കേരളീയ സമൂഹം അറിഞ്ഞതല്ലേ? ഇവന്റെ വിചാരം ഇതൊന്നും ആർക്കും അറിയില്ല എന്നാണ്. എന്നിട്ട് കള്ളൻ എന്ന് വിളിക്കുക, കുഞ്ഞികൃഷ്ണൻ സഖാവിനെ കള്ളൻ വിളിക്കാൻ. ഇവനൊക്കെ എമ്മാതിരി
എന്നിട്ട് ഇവൻ സഖാവ് ഇവൻ ഇങ്ങനെ ഞെളിക്കുന്നത് പത്രസമ്മേളനം അല്ലേ? ഇപ്പൊ ഗോവിന്ദ മാഷ് നമുക്കറിയാം, അയാൾ ഒരു ഊള സഖാവാണ്. ഒന്നുമില്ലെങ്കിൽ കുറെ ഇങ്ങനെ വളിച്ച തമാശകൾ പറയും. അപ്പം വിൽക്കേണ്ട കാര്യം, പിന്നെ എന്താ പറയാ, 490 വണ്ടി അങ്ങോട്ട്, 490 വണ്ടി ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ വെറുതെ തമാശയൊക്കെ പറയും. ഓഹോ ഹി എന്നൊക്കെ പറഞ്ഞാണ്ട് കോപ്പിരാട്ടൊക്കെ കാണിക്കും. സ്വരാജ് അങ്ങനെയല്ല. സ്വരാജ് ഇങ്ങനെ പിണറായി വിജയൻ പഠിക്കുകയാണ്, ഇങ്ങനെ മസിലൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച് എടോ സ്വരാജേ നീ ഒരു കാര്യം ചെയ്യണേ. നീ ആ മറ്റേ കോവിഡ് കാലത്തെ ഒരു പ്രസംഗം നടത്തിയിരുന്നല്ലോ, 2 കാര്യങ്ങളിൽ പറഞ്ഞിരുന്നു അല്ലേ? അതിപ്പോഴും വൈറലായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറക്കുന്നുണ്ട്. ഒന്ന്, മാളികപ്പുറത്തമ്മ കരഞ്ഞപ്പോഴാണ് ഇവിടെ പ്രളയം ഉണ്ടായത്. പറഞ്ഞതാണല്ലോ സ്വരാജ്, പറഞ്ഞതാണല്ലോ, മൈക്ക് കെട്ടി പറഞ്ഞതാണല്ലോ. മാളികപ്പുറത്തമ്മ കരഞ്ഞപ്പോഴാണ്. കേരളത്തിൽ എങ്ങനെ പ്രളയമുണ്ടായി? കേരളത്തിൽ പ്രളയമുണ്ടായത് മാളികപ്പുറത്തമ്മ കരഞ്ഞപ്പോഴാണ്. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി അല്ല, കാരണം കല്യാണം കഴിച്ചു. അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിച്ചു. കഴിഞ്ഞ പ്രളയകാലത്ത് അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിച്ചു. അതുകൊണ്ട് നൈഷ്ഠിക ബ്രഹ്മചാരി അല്ല. അതുകൊണ്ട് എല്ലാ സ്ത്രീകൾക്കും ഇനി ശബരിമലയിൽ പോകാം. എടോ പൂമര, എടോ സ്വരാജേ, നിനക്ക് ധൈര്യമുണ്ടോ? ഇലക്ഷൻ ഇനി ഏതാനും മണിക്കൂറുകൾ, മൈക്ക് കെട്ടി പ്രസംഗിക്കടോ ഒന്നും കൂടി. അതല്ലേ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? നമ്മൾ വാക്ക് മാറ്റാൻ പാടില്ല. നീ 3-4 വർഷം മുമ്പ് പ്രസംഗിച്ച അതേ കാര്യം മൈക്ക് കെട്ടി പ്രസംഗിക്കടോ സ്വരാജേ. അതായത് ഇവിടെ പ്രളയം ഉണ്ടായത് മാളികപ്പുറത്തമ്മ അറിഞ്ഞിട്ടാണ്. അയ്യപ്പനും മാളികപ്പുറത്തമ്മയും കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയൊന്നല്ല. എല്ലാ സ്ത്രീകൾക്കും അവിടെ ശബരിമലയിലേക്ക് പോകാമെന്ന് പറയടോ സ്വരാജേ. പേടിയല്ലേ നിനക്ക് മറ്റേത് നല്ല ധൈര്യമാണ്. കുഞ്ഞികൃഷ്ണൻ കള്ളനാണ് അല്ലെ? കുഞ്ഞികൃഷ്ണൻ കള്ളനാണ്. കോൺഗ്രസ്സുകാർ ശവന്തൂക്കികളാണ്. കോന്റെ ഓരോ പ്രയോഗം ശവന്തൂക്കികളാണ് കോൺഗ്രസ്സുകാർ എന്താ വീടുണ്ടാക്കാത്തതെന്ന്? കോൺഗ്രസ്സുകാർ വീടുണ്ടാക്കുന്നില്ലടോ. എന്ന് നിനക്കെന്ത് പ്രശ്നം? നിന്റെ സർക്കാർ ഉണ്ടല്ലോ, നിന്റെ ഓമന സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, ആ സർക്കാർ 2 കൊല്ലായിട്ട് ഒരു വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? 2000 കോടി കയ്യിൽ വെച്ചിട്ട് 2 കൊല്ലായിട്ട് ഒരാൾ അവിടെ താമസിക്കുന്നുണ്ടോ? പറയടോ എന്നിട്ട് മറ്റേ കോൺഗ്രസ്സുകാർ കണക്ക് പറയണം. കോൺഗ്രസ്സുകാർ കണക്ക് പറയില്ലടോ. നീ ആദ്യം ധനരാജ് രക്തസാക്ഷി ഫണ്ട് മുഖ്യ കണക്കെടുക്ക്. മറ്റേ നമ്മുടെ വട്ടവളയിലെ അഭിമന്യു അല്ലെ, മഹാരാജാസ് കോളേജിലെ അഭിമന്യു, നിങ്ങളുടെ സഖാവ് SDPIക്കാർ കുത്തിമലർത്തിയ ആ അഭിമന്യുവിന്റെ പേരിൽ നിങ്ങൾ 3.25 കോടി പിരിച്ചല്ലോ അല്ലെ? അതിന്റെ കണക്കൊക്കെ വെക്കണോ? ആകെ 10-15 ലക്ഷത്തിന് വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ പാവങ്ങൾക്ക്. ആ അഭിമന്യുവിനെ അപമാനിച്ചുകൊണ്ട് ഇപ്പൊ ഈ കുത്തിമലർത്തിയ ആളുടെ കൂടെയാണ് നിങ്ങളിപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. SDPIയുടെ വോട്ട് വന്നോട്ടെ എന്ന് പറയുന്നത്, ഞങ്ങൾ വേണ്ടാന്ന് പറയില്ല എന്ന് പറയുന്നത് അല്ലേ? അത് പറഞ്ഞു തുടങ്ങിയ തീരില്ല. ഒരു ദിവസം മുഖ്യനെ എത്ര പരസ്യത്തിൽ കാണണം? നാണമാകുന്നില്ലേ ഈ മനുഷ്യന് അല്ലേ? ശക്തിധരൻ ചോദിക്കുന്നത്. എന്താ പറയാ, ആ പോസ്റ്റിന്റെ താഴെ ഒരുപാട് കമന്റുകൾ ഉണ്ട്. അതിലൊരു കമന്റാണ്, നാണമില്ലാത്തവന്റെ ആസനത്തിൽ ഒരാല് മുളച്ചാൽ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. സിനിമയിൽ പറഞ്ഞ പോലെ എന്റെ തല എന്നും പറഞ്ഞ്, അവന്റെ ശ്രീനിവാസന്റെ ഡയലോഗാണ്, എന്റെ തല എന്നും പറഞ്ഞും കാണിച്ചും ഞാൻ പ്രസിദ്ധനാകണം എന്ന പ്രാന്ത് തലക്ക് പിടിച്ചാൽ എന്ത് ചെയ്യും? മറ്റാരും പാർട്ടിയിൽ പാടില്ല എന്നുകൂടിയല്ലേ അതിന്റെ സൂചന? എനിക്ക് ശേഷം പ്രളയം എന്നും അർത്ഥമുണ്ടാവും. CPM എന്ന പാർട്ടിയുടെ അന്ത്യമാണ് ഈ മനുഷ്യൻ ഒരുക്കുന്നത്. ഇതൊക്കെ നേരത്തെ നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. CPM എന്ന പാർട്ടിയുടെ അന്ത്യമാണ് ഈ മനുഷ്യൻ ഒരുക്കുന്നത്. അതോടെ ഈ പാർട്ടി ഇന്ത്യയിൽ തന്നെ ഇല്ലാതാകും. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ ഉദ്യമം CPM മുക്ത ഭാരതം എന്നാകും. അപ്പൊ കോൺഗ്രസ് എന്തായാലും ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊരു സംഭവം ഇല്ല. കാരണം കോൺഗ്രസ് ഇങ്ങനെയൊക്കെയാണ്. കോൺഗ്രസ് ഇങ്ങനെ അടി ഉണ്ടാക്കും, കോൺഗ്രസ് ഇങ്ങനെ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കും. പക്ഷെ കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനം ഇന്ത്യ ഉള്ളിടത്തോളം കാലം കോൺഗ്രസ് ഇവിടെയുണ്ട്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ആ രീതിയിലുള്ള ഒരു എന്താ പറയാ, അതിന്റെ സംഘടന അങ്ങനെയാണ്. സംഘടനാ തത്വങ്ങളും അതിന്റെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയാണ്. അതല്ലാതെ ഒരു കേഡർ സംഘടനയൊന്നുമല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസിന് അങ്ങനെ കോൺഗ്രസ് മുക്ത ഭാരതം ഒന്നും ആക്കാൻ പറ്റില്ല. പക്ഷേ CPM മുക്ത ഭാരതം ആക്കാം എന്നല്ലാതെ ആയി തുടങ്ങി. ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം CPM മുക്ത ഭാരതം, CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ, ഇന്ത്യയിൽ നേരത്തെ ഇല്ല, ഇനി കേരളത്തിലും കൂടിയും ഇല്ലാതെയാവുന്നു.
ഈ നാടകത്തിന്റെ പടം കാണും തോറും UDF-ന്റെ വോട്ട് കൂടുന്ന പറയുന്നത് അത് ശരിയാണ്. ഈ കാരണഭൂതത്തിന്റെ പടം ഇങ്ങനെ കാണുന്നതിനനുസരിച്ച് UDF-ന്റെ വോട്ട് കൂടും. അതായത് കാരണഭൂതത്തിന്റെ ഈ അളിഞ്ഞ മീന്ത കാണുന്നതിനനുസരിച്ച് UDF-ന്റെ വോട്ട് ഇങ്ങനെ കൂടിക്കോളും. അപ്പം ഗോവിന്ദൻ വായ തുറന്നാൽ അതിനനുസരിച്ച് വോട്ട് ഇവിടെ കൂടും. M സ്വരാജ് വായ തുറന്നാൽ അതിനനുസരിച്ച് വോട്ട് ഇവിടെ കൂടും. പിന്നെ അരുൺകുമാറും അമ്മാതിരി കുറെ ന്യായീകരണ കമ്മികളുണ്ട്. ന്യായീകരണ കമ്മികൾ വന്ന് TV ചർച്ചകളിൽ വായ തുറന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വോട്ട് UDF-ന് കൂടും. UDF-ന് പ്രത്യേകിച്ച് എന്താ പറയാ, ഇലക്ഷൻ പ്രചാരണത്തിന് ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി. കാരണം പ്രചാരണമൊക്കെ ആര് നടത്തുന്നുണ്ട്? പ്രചാരണമൊക്കെ LDF-കാർ നടത്തുന്നുണ്ട്. LDF-കാരുടെ പ്രചാരണം യഥാർത്ഥത്തിൽ ഇതൊക്കെ ആർക്ക് ഗുണകരമാവുകയാണ്? UDF-ന് ഗുണകരമാവുകയാണ്. എനിക്ക് തോന്നുന്നതാണ്. അതായത് എത്രയോ 210 215 കോടി ചെലവിട്ടിട്ടാണ് ഈ നാട് മുഴുവൻ ഈ ഹോർഡിങ്ങുകൾ. ഏതാണ്ട് 600-700 കോടിയാണ് ഇയാൾ ഈ TV പരസ്യങ്ങള്, പത്രത്തിലെ പരസ്യങ്ങള്, സോഷ്യൽ മീഡിയ പരസ്യങ്ങൾക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് LDF അതിൽ കുറെ നമ്മുടെ ഖജനാവുന്നു, കുറെ PRD വക, കുറെ ആൾക്കാരെ കണ്ണൂരിട്ടിട്ട് മരുമാൻ, കുറെ ആൾക്കാരെ കണ്ണൂരിട്ടിട്ട് കുറെ ബോർഡുകൾ ഉണ്ടാക്കിക്കുന്നത്. ഞാൻ നേരത്തെ ഇത് പറഞ്ഞല്ലോ, നമ്മുടെ വകുപ്പുകൾ, ആഭ്യന്തര വകുപ്പിന്റെ പരാജയം, പിന്നെന്താണ് ഈ ആരോഗ്യ വകുപ്പിന്റെ പരാജയം, എണ്ണിനി പറയുകയാണെങ്കിൽ എല്ലാ വകുപ്പുകളും പരാജയമാണ്. മരുമോന്റെ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പിന്റെ എന്ത് പണിയാണ് ഇവിടെ കാര്യമായിട്ട് നടന്നത്? എവിടെ നോക്കിയാലും അഴിമതിയല്ലോ. ജി സുധാകരൻ സഖാവ് ഏറ്റവും മാന്യമായി നടത്തിയൊരു വകുപ്പല്ലായിരുന്നു പാലത്തിന് പെയിന്റ് അടിക്കല്, പാലത്തില് ബൾബ് തൂക്കല്. ഇതിന്റെ ഒക്കെ ഇടയിൽ അടിച്ചു മാറ്റുന്ന കോടികൾ എത്ര ഇതൊക്കെ നാട്ടുപാട്ടാണെന്നേ. ഇയാള് മറ്റേ എന്താ പറയാ, ഇതിന്റെ മന്ത്രിയാണ്, ഏതിന്റെ, ടൂറിസത്തിന്റെ. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയാം. കേരളത്തിൽ ഭാവനാസമ്പന്നനായ ഒരു ടൂറിസം മന്ത്രി ഉണ്ടെങ്കിൽ അത് മാത്രം മതിയടോ. കേരളത്തെ രക്ഷപ്പെടുത്താൻ ടൂറിസം വകുപ്പ് വിചാരിച്ചാൽ മതി. കേരളത്തിലേക്ക് വിദേശ സഞ്ചാരികളുടെ കുത്തൊഴുക്കായിരിക്കും. ആ രീതിയിലുള്ള പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേരളത്തിലുള്ളത്. പക്ഷേ ഇയാള് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും? നേരത്തെ ഉണ്ടായിരുന്ന ടൂറിസം കേന്ദ്രങ്ങൾ പോലും പരിപാലിച്ച് നടത്താതെ പുതുതായിട്ട് എന്താണ് ഉണ്ടാക്കിയത്? ഇതൊക്കെ ജനങ്ങൾ പരസ്പരം ചോദിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇയാളുടെ പടം ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ എന്താ പറയാ പ്രദർശിപ്പിച്ചുകൊണ്ട് LDF-ന് വോട്ട് കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. അതായത് നേരത്തെ പറഞ്ഞ പോലെ, ഏഷ്യാനെറ്റ് ചർച്ചയിൽ പറഞ്ഞ പോലെ, നാട്ടില് ഭരണവിരുദ്ധ വികാരം, ഓരോ വകുപ്പിനെ കുറിച്ചുള്ള എന്താ പറയാ മോശം അഭിപ്രായങ്ങൾ, ഏറ്റവും വലിയ കൊള്ളക്കാരാണ്, കള്ളന്മാരാണ് എന്ന് പറയുന്ന ആ ഒരു ധാരണ ജനങ്ങൾക്ക്, ഇതിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോപ്പഗണ്ട കൊണ്ട് കഴിഞ്ഞ 10 വർഷം പവർ കട്ട് ഇല്ലാത്ത കേരളം, കഴിഞ്ഞ 10 വർഷം സ്കൂൾ കുട്ടികൾക്ക് നേരത്തെ പുസ്തകം കിട്ടുന്ന കേരളം, കഴിഞ്ഞ 10 വർഷം റേഷൻ അത് സ്റ്റാറ്റ്യൂട്ടറിയാണോ? ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും റേഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറിയാണ്. അത് നിയമാനുസൃതങ്ങളാണ്. അതിങ്ങനെ പിണറായി വിജയന്റെ ഔദാര്യമില്ല. എന്തോ ഞങ്ങൾ റേഷൻ KSRTC എന്തോ ലാഭത്തിലാക്കുന്നത് 12,000 കോടിയാണ് ഈ 10 വർഷത്തിനിടയിൽ KSRTCക്ക് ഈ ഖജനാവ് നിർത്ത് കൊടുത്തത്. എന്നിട്ട് KSRTC ലാഭത്തിലായത്രേ. കള്ളത്തരം ഞാൻ പറയാ. പ്രോപ്പഗണ്ട, ഈ നമ്മുടെ പൈസ ഉപയോഗിച്ച് കണ്ട് ഇങ്ങനെ കള്ളപ്രചാരണങ്ങൾ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ശക്തിധരന്റെ ഈ കുറിപ്പ്. വേറെ ആൾ പറയുന്നത് എന്താ അറിയോ? ബേബി ഗോവിന്ദൻ നായർ പറയുന്നത്, ഇതിപ്പോൾ ഷക്കീലയുടെ പടത്തിന്റെ പരസ്യം പോലെ ആയല്ലോ എന്നാണ്. ഇനി ഞാൻ പറയുന്നില്ല, സഭ്യേതരമല്ലാത്തത് കൊണ്ട് ബാക്കി ഞാൻ വായിക്കുന്നില്ലേ. ഇനി കാരണഭൂതന്റെ വേണ്ട. പിന്നെ പോൾ കോട്ടയം പറയുന്നു, MC റോഡ് വഴി യാത്ര ചെയ്യാൻ പറ്റില്ല, എല്ലാ വളവിലും കൊരങ്ങന്റെ ഫ്ലക്സ് ആണ്, പോകുന്ന കാര്യം നടക്കില്ല. ഇത് കണ്ടാ പിന്നെ അന്നത്തെ കാര്യം പോയി. അതാണ് വേറെ രസം. ഈ അളിഞ്ഞ മീന്ത കണ്ടാ പിന്നെ അന്നത്തെ കാര്യം പോയി, ഒരു കാര്യം നടക്കില്ല. അപശകുനം. വേറെ ഇബ്രാഹിം TK പറയുന്നത് എന്താ അറിയോ? ആധുനികമായ ഒന്നിനെ കുറിച്ചും ഒരക്ഷരം അറിയാത്ത, ഒട്ടും ശാരീരിക ക്ഷമതയോ മനസ്സാന്നിധ്യമോ ഇല്ലാത്ത, ഏകാധിപതിയും ധിക്കാരിയും അഹങ്കാരിയുമായ ഒരു വൃദ്ധനെ അധികാരമേൽപ്പിക്കാൻ പാടുപെടുന്ന യുവാക്കളും വിദ്യാർത്ഥികളും എല്ലാം അടങ്ങിയ ഒരു അടിമ വംശത്തെ ഓർത്ത് ലജ്ജിക്കുന്നു. കയ്യടിക്കേണ്ട ഒരു പോസ്റ്റാണ് അല്ലേ? നമുക്കൊന്നും കൂടി അത് വായിക്കാം കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കണേ. ആധുനികമായ ഒന്നിനെ കുറിച്ചും ഒരക്ഷരം അറിയാത്ത, ഒട്ടും ശാരീരിക ക്ഷമതയോ മനസ്സാന്നിധ്യമോ ഇല്ലാത്ത, ഏകാധിപതിയും ധിക്കാരിയും അഹങ്കാരിയുമായ ഒരു വൃദ്ധനെ അധികാരമേൽപ്പിക്കാൻ പാടുപെടുന്ന
യുവാക്കളും വിദ്യാർത്ഥികളും അടങ്ങിയ ഒരു അടിമ വംശത്തെ ഓർത്ത് ലജ്ജിക്കുന്നു അല്ലേ? പിന്നുള്ളത്, മിനിറ്റിൽ ടി വിയിലും പത്രത്തിലും കണ്ടുകൊണ്ടേയിരുന്ന് വെറുത്തു പോകുന്നു എന്ന് അയാളുടെ പറ്റിച്ചേർന്ന ആരാധകർ പോലും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പിണറായിന്റെ ആരാധകർ പോലും പറഞ്ഞിരിക്കുന്നു, ഈ പണ്ടാരത്തിന്റെ മുഖം ഒന്ന് കാണാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പിണറായി വിജയന്റെ ആരാധകർ പോലും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത്തരം ആളുകളെ പൊതുപ്രവർത്തകരായി അംഗീകരിക്കാൻ കഴിയുക? ഒരു പ്രസ്ഥാനം അതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, അതാണ് ഇവിടെ നടക്കുന്നത്. അറപ്പും വെറുപ്പുമാണ്. റോഡിൽ ഇറങ്ങാൻ നിവൃത്തിയില്ല, എങ്ങോട്ട് തിരിഞ്ഞാലും ആ ദുർമുഖം. എന്നാൽ പിന്നെ വീട്ടിലിരുന്ന് TV കാണാമെന്ന് വിചാരിച്ചാലോ മിനിറ്റിന് ആ മോന്ത തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വിചാരിക്കും ഫേസ്ബുക്കിൽ നോക്കിയിരിക്കാമെന്ന്, അതിനും രക്ഷയില്ല. ഏപ്രിൽ 9 വരെ സഹിക്കുക, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഏപ്രിൽ 9 വരെ തൽക്കാലം പുറത്തിറങ്ങിയാൽ അന്നത്തെ പരിപാടി ഒന്നും നടക്കില്ല. കാരണഭൂതത്തിന്റെ മുഖേ കാണുള്ളൂ. TV ഓൺ ചെയ്യണ്ട, TV ഓൺ ചെയ്താൽ അതേ കാണുള്ളൂ. പത്രം മറയ്ക്കണ്ട, പത്രം മറിച്ചു കഴിഞ്ഞാൽ അതേ കാണുള്ളൂ. തൽക്കാലം കണ്ണും പൂട്ടിയിരിക്കുക. എന്നിട്ട് 9 പോയി കണ്ട് കുത്തുക. എന്നിട്ട് പറയാ കടക്ക് പുറത്ത്. എന്താണ് കടക്ക് പുറത്ത്? അതേ മാർഗമുള്ളൂ കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.